നല്ല ക്രിസ്പി ആയിട്ടുള്ള മൊരുമൊരാന്നുള്ള മുറുക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ? അരിമുറുക്ക് എന്നൊക്കെ പറയുന്ന നമ്മുടെ നാടൻ മുറുക്ക് ഇത്തവണ ദീപാവലിക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കിയാലോ? നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വന്നാലോ? വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഈ ഒരു മുറുക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഉഴുന്നാണ് വേണ്ടത്. ഞാനിപ്പോൾ 1/2 കപ്പ് ഉഴുന്ന് എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ദോശ അല്ലെങ്കിൽ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാനായിട്ടുണ്ടാക്കുന്ന ആ സെയിം ഉഴുന്ന് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഉഴുന്ന് ഒന്ന് വെള്ളം വാലാനായിട്ടൊന്ന് വെക്കണം. ഒരു സ്ട്രെയിനറിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. നന്നായി വെള്ളം വാർന്നു കഴിഞ്ഞാൽ നമുക്കിതൊരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ചെറു തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഫ്ലെയിം കൂടി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെയൊക്കെ കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇത് അത്യാവശ്യം എൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് നന്നായിട്ടൊന്ന് മൂത്തൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. നല്ലൊരു മണമൊക്കെ വരും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ ഉഴുന്ന് ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ചൂടാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു പരന്ന പാത്രത്തിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ചൂടാറിക്കഴിഞ്ഞ് നമുക്ക് ഈ ഉഴുന്ന് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല ഫൈൻ പൗഡറാക്കി നമുക്കൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരണം. നമ്മളിപ്പോൾ നേരത്തെ പൊടിച്ചെടുത്തിട്ടുള്ള ഉഴുന്ന് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. തരികളുണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ 2 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സാധാരണ അപ്പം അല്ലെങ്കിൽ ഇടിയപ്പം പൊടി, ഞാനിപ്പോൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിയിട്ടുള്ള അപ്പം പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, എരിവിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കായം പൊടിച്ചത്, അതേപോലെ തന്നെ 1 ടീസ്പൂൺ ജീരകം, സാദാ ജീരകം, 1 ടീസ്പൂൺ കറുത്ത എള്ള്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഈ മസാല, അതായത് മുളകും അതേപോലെ തന്നെ നമ്മുടെ എള്ളും എല്ലാം എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആകുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വീതം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. ഇത് കുഴച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളത്തിൻ്റെ അളവ് ഒട്ടും കൂടി പോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് വീതം നമ്മളിതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. റൂം ടെമ്പറേച്ചറുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ചൂടുവെള്ളമൊന്നുമല്ല ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ എടുക്കുന്ന വെള്ളം ഒട്ടും കൂടി പോകാതെയും അതുപോലെ കുറഞ്ഞു പോകാതെയും സൂക്ഷിച്ച് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് നല്ലൊരു ചപ്പാത്തിയുടെ മാവിൻ്റെയോ അല്ലെങ്കിൽ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്നത് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാക്കി നമുക്ക് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഞാനിത് എൻ്റെ മാവൊക്കെ നന്നായിട്ട് ഇവിടെ കുഴച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് മുറുക്കുണ്ടാക്കാനായിട്ട് തുടങ്ങാം. മുറുക്കുണ്ടാക്കാനായിട്ട് സാധാരണ ഇടിയപ്പത്തിൻ്റെ അച്ച് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിൽ പല ഷേപ്പിലുള്ള അച്ച് നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ഇതുപോലെ സ്റ്റാറിൻ്റെ ഷേപ്പിലുള്ള അച്ചാണ് ഈ മുറുക്കുണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. സാധാരണ ഇതുപോലുള്ള മുറുക്കുണ്ടാക്കുന്നത് ഈ ഒരു സ്റ്റാർ ഷേപ്പിലുള്ള അച്ച് ഉപയോഗിച്ചിട്ടാണ്. നമുക്ക് ഈ ഒരു അച്ച് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡ് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. പലതരത്തിലുള്ള ഇടിയപ്പത്തിൻ്റെ അച്ചുണ്ട്. പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്, 2 സൈഡിലും ഒരുമിച്ച് പ്രസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് അതിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ആദ്യം ഒന്ന് ട്രയൽ ചെയ്ത് നോക്കണം. അതായത് നമ്മുടെ ഈ മാവ് കറക്റ്റായിട്ടാണോ നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ളതെന്ന് അറിയാനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് മാവ് ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് അടച്ചതിന് ശേഷം ഒന്ന് ചുറ്റിച്ച് നോക്കണം. അപ്പോൾ ഈ മുറുക്ക് നല്ല നീറ്റായിട്ട് ആ കറക്റ്റ് ഷേപ്പിൽ ഒട്ടും പൊട്ടാതെ ഇതിലേക്ക് വീഴുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മാവ് കറക്റ്റ് കൺസിസ്റ്റൻസി ആണെന്നാണ് എൻ്റെ അർത്ഥം. ഇനി നമുക്ക് ഈ കറക്റ്റ് ഷേപ്പ് കിട്ടാതെ ഇത് ഇടയ്ക്ക് പൊട്ടിപ്പോകുന്നു എന്നുണ്ടെങ്കിൽ അതിൽ വെള്ളം കുറവാണെന്ന് അർത്ഥം. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തൊന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് കറക്റ്റായിട്ടുള്ള ഷേപ്പ് കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ വെള്ളം കൂടുതലാണെന്ന് അർത്ഥം. അപ്പോൾ കുറച്ചുകൂടി അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമുക്ക് മാവ് കറക്റ്റാക്കി എടുക്കാം. ഞാനിപ്പോൾ ഈ മാവ് ഒന്നുകൂടിയിട്ട് ഒന്ന് കുഴച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുറുക്കുണ്ടാക്കാനായിട്ട് തുടങ്ങാം. നേരത്തെ നമ്മൾ ഈ ഒരു അച്ചിൽ നമ്മൾ ട്രയൽ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ ഇതിനകത്ത് എണ്ണയൊന്നും തടവിയിട്ടുണ്ടായിരുന്നില്ല. വേണമെങ്കിൽ ആദ്യമേ തന്നെ എണ്ണ തടവിയതിന് ശേഷം നമുക്ക് ട്രയൽ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ഇടിയപ്പത്തിൻ്റെ അച്ചെടുത്തിട്ട് ഇതിൻ്റെ അകത്തും അതേപോലെ ഈ ഒരു സ്റ്റാറിലുള്ള അച്ചും ഇതിലെല്ലാത്തിലും കുറച്ച് എണ്ണ അല്ലെങ്കിൽ നെയ്യൊന്നും തടവി കൊടുക്കുന്നുണ്ട്. ഈ മാവ് ഇതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല നീറ്റായിട്ട് നമുക്ക് മുറുക്ക് പെട്ടെന്ന് തന്നെ പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ എണ്ണയ്ക്കൊന്ന് തടവി കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് ഈ ഇടിയപ്പത്തിൻ്റെ അച്ചിലൊന്ന് വെച്ച് കൊടുക്കാം.
ഇനി നമ്മൾ നന്നായി ടൈറ്റായിട്ട് ഒന്ന് അടച്ചെടുക്കുകയാണ് വേണ്ടത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ മാവ് നിറയ്ക്കുമ്പോൾ ഒരുപാട് കുത്തി നിറയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് എത്രത്തോളമാണോ ആ ഒരു ഇടിയപ്പത്തിന് അച്ചിൽ കൊള്ളുന്നത് അത്രയും മാത്രം നിറച്ചാൽ മതി. നല്ല ടൈറ്റായിട്ട് ഞാനിപ്പോൾ ഈ ഒരു ഇടിയപ്പത്തിൻ്റെ അച്ച് അടച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത്ര എളുപ്പത്തിലൊന്നും മുറുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ഇതുപോലൊരു ഫോയിൽ പേപ്പർ എടുക്കാം, അലുമിനിയം ഫോയിൽ പേപ്പർ, അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ എടുക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ചോറുണ്ണുന്ന സ്റ്റീൽ പ്ലേറ്റിൻ്റെയൊക്കെ ഒരു സൈഡിൽ കുറച്ച് എണ്ണ തടവിയിട്ട് അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. കൈ ഉപയോഗിച്ചിട്ട് പതുക്കെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. എത്രത്തോളം വലുപ്പം നിങ്ങൾക്ക് മുറുക്കിന് വേണോ അത്രയും വലുപ്പത്തിൽ നമുക്കിതുപോലെ മാവ് ഒന്ന് ചുറ്റിച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ കൈ കൊണ്ട് തന്നെ അവിടെ വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു അറ്റം അതിനോട് ചേർത്ത് തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മുറുക്കൊക്കെ ഇതുപോലെ ഈ ഒരു ഫോയിൽ പേപ്പറിൽ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തൊന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വറുക്കാനായിട്ട് പെട്ടെന്ന് എളുപ്പമായിരിക്കും. ഒരുപാട് പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി നല്ല തഴക്കം വന്നൊരു കൈയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഓയിലിലേക്ക് തന്നെ നമുക്ക് ഇതുപോലെ ചുറ്റിച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ കുറച്ചെണ്ണം ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുറുക്കൊന്ന് വറുത്തെടുക്കാം. എപ്പോഴും മുറുക്ക് വറുത്തെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണെങ്കിൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മുടെ നാടൻ ടേസ്റ്റിലുള്ള മുറുക്കൊക്കെ അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ എണ്ണ ചൂടായോ എന്ന് അറിയാനായിട്ട് ഒരു ചെറിയ കഷ്ണം മാവ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ചൂടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പതഞ്ഞത് പൊങ്ങി വരുന്നതാണ്. ഇനി നമുക്ക് ഓരോ മുറുക്കും ഇതുപോലെ ഒരു ചട്ടുകത്തിലേക്കൊന്ന് പകർത്തി കൊടുക്കാം. എന്നിട്ട് ഡയറക്റ്റായിട്ട് എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ മുറുക്ക് കിട്ടുകയും ചെയ്യും, പൊട്ടിപ്പോവുകയില്ല, ഷേപ്പൊന്നും പോവുകയുമില്ല. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് വറുത്തെടുക്കണം. ചൂട് കൂടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. തനി ചെറു തീയിൽ വെച്ചിട്ട് വറുത്തെടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് രണ്ട് വശവും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഒരേപോലെ നമുക്കൊന്ന് മൊരിച്ചെടുക്കാം. ഇതിൻ്റെ പാതയൊക്കെ നന്നായിട്ട് അടങ്ങിക്കഴിഞ്ഞാലാണ് ഇത് വെന്തൊന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇത് പുറത്തിരിക്കുന്നതോറും, അതായത് നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം ഇത് കുറച്ച് നേരം പുറത്തിരുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡാർക്ക് കളർ ആവുകയും ചെയ്യും, അതുപോലെ നല്ല ക്രിസ്പി ആവുകയും ചെയ്യും. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മുറുക്കും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ മുറുക്ക് ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ ബാക്കിയുള്ള മാവ് ഒന്ന് മൂടി വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആ മാവ് പെട്ടെന്ന് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള മുറുക്ക് പിന്നത്തെ പ്രാവശ്യം ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ അത് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അക്കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഈ ഒരു മുറുക്ക് ഒട്ടും തന്നെ എണ്ണ കുടിക്കാതെ നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്കാണ് കേട്ടോ. ഈ ഒരു മുറുക്കിൻ്റെ റെസിപ്പി എനിക്ക് പാചകലോകം എന്ന് പറയുന്ന ചാനലിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ചാനലിൻ്റെ ഉടമയ്ക്ക് ഒരുപാട് താങ്ക്സ് പറയാണ്, ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മുറുക്കിൻ്റെ റെസിപ്പി ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നതിന്. എൻ്റെ ഈ ഒരു വീഡിയോ നോക്കിയിട്ട് ഇത്തവണ ദീപാവലിക്ക് എല്ലാവരും ഈ ഒരു മുറുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.